ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട് എങ്ങനെ നമ്മളെ SMBS റീപ്ലേസ് ചെയ്യുക. SMBS PSU എന്നൊക്കെ പറയും, പവർ സപ്ലൈ യൂണിറ്റ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ SMBS PSU എങ്ങനെ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടോ, കംപ്ലൈൻ്റ് ആണോ, ഫോൾട്ടി SMBS ആണോ എന്നൊക്കെ എങ്ങനെ നോക്കാമെന്ന ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ SMBS PSU എന്താണെന്ന് അറിയാത്ത അവരോട് പറയാനുള്ളത്, PSU എന്ന് പറഞ്ഞ ഒരു പവർ സപ്ലൈ ആണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു പവർ സപ്ലൈ ആണ്. ഒരു മദർ ബോർഡിനും മറ്റുള്ള പ്രവർത്തനമൊക്കെ നടത്താനും വേണ്ടി പവർ കൊടുക്കുന്ന ഒരു യൂണിറ്റാണ്. അത് സാധാരണ AC 200 to 215 വോൾട്ടുകളൊക്കെ, 12 വോൾട്ട്, 5 വോൾട്ട്, 3.3 വോൾട്ട്, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് വോൾട്ടേജിൽ ആവശ്യമുള്ള ആക്സസറീസിന് കൊടുക്കാനാണ് ഈ PSU യൂസ് ചെയ്യൽ. അപ്പോൾ ഇപ്പോൾ ഈ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ CPU ഒരു പ്രവർത്തനം പിന്നെ നടക്കില്ല. കംപ്ലീറ്റ് ഡെഡായ മാതിരിക്കാരം CPU ഉണ്ടാവുക, ഒരു റെസ്പോണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യുക? SMBSൻ്റെ കംപ്ലൈൻ്റ് ആണോ, അതേമാതിരി തന്നെ മദർ ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആയാലും ഇങ്ങനെ വരാറുണ്ട്. ഒരു റെസ്പോണ്ടും വരില്ല. മദർ ബോർഡ് പവർ ചെയ്യേണ്ട സ്വിച്ചിൻ്റെ കണക്ഷൻ വിട്ടാലൊക്കെ ഇതേമാതിരി തന്നെ പ്രശ്നം വരും. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ SMBSൻ്റെ കംപ്ലൈൻ്റ് ആണോ, PSUൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് എങ്ങനെ പരിശോധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി തന്നെ നമുക്ക് ഈ കവറ്, CPUൻ്റെ ക്യാബിനറ്റിൻ്റെ ഈ കവറ് ഊരി മാറ്റണം. ഊരി മാറ്റിയതിന് ശേഷം പിന്നെ കംപ്ലീറ്റ് കണക്ഷനൊക്കെ ആദ്യം ഊരിയിടുക, പവർ കേബിളൊക്കെ ഊരിയിടുക. പിന്നെ ഇത് മോണിറ്ററിൻ്റെ VGA കേബിളാണ്. ഇത് ആദ്യമായിട്ട് ചെയ്യേണ്ടവർ ഊരുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ഊരരുത്. ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ലൂസാക്കിയതിൻ്റെ ശേഷം ഊരാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം ഇപ്പോൾ ഇതാണ് നമ്മളെ PSU. ഇതിപ്പോൾ പുതിയത് ഇപ്പോൾ റീപ്ലേസ് ചെയ്ത സാധനമാണ്. ഇതിൻ്റെ അൺബോക്സിങ് കണ്ടിട്ടില്ലാത്തൊരു ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ SMBS വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോകാം. ഇത് വർക്കിംഗ് SMBS ആണ് എങ്കിൽ കൂടി ഞാനിതിനൊന്ന് കാണിച്ചു തരാം. ഇതിവിടെ ഈ കേബിൾ ഊരണം. ഈ മദർ ബോർഡിൽ നിന്ന് വേണ്ടി ഈ കേബിൾ അൺപ്ലഗ് ചെയ്യണം. പിന്നെ ഇത് നമുക്ക് നേരെ അൺപ്ലഗ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ ഈ ഓരോ ഡിവൈസിൻ്റെ പവർ കേബിളൊക്കെ ഒന്ന് ഊരിയിടാം, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇൻ കേസ് SMBS എന്തെങ്കിലുമൊക്കെ ഫോൾട്ടി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളും അടിച്ച് പോകേണ്ട വെച്ചിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് ഊരിയിട്ടിട്ട്, ഇത് CPUക്ക് പോകേണ്ട പവർ കേബിളാണ്. അപ്പോൾ നോക്കി ഊരണം. അപ്പോൾ ആ കേബിൾ CPUക്ക് വേണ്ട പവർ കേബിൾ ഊരി, പിന്നെ എല്ലാ ഡിവൈസിൻ്റെയും ഹാർഡ് ഡിസ്കിൻ്റെ പവർ കേബിൾ, CD ഡ്രൈവിൻ്റെ പവർ കേബിൾ ഊരി. പിന്നെ അതേമാതിരി തന്നെ ഞാൻ മദർ ബോർഡിൻ്റെ ആണ് മെയിനായിട്ട് നമുക്ക് ഊരേണ്ടത്. അപ്പോൾ മദർ ബോർഡിൻ്റെ ഇതിന് പറയുന്നത് മൊലാക്സ് കേബിൾ എന്നോ എന്താണ് പറയല് ഇതിന്, ഈ പിന്നിന് പറയാറ്. പിന്നെ ഇതിന് സാറ്റ പവർ കേബിൾ എന്നും പറയും. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു വയറിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഒരു ജമ്പർ കേബിൾ ഉണ്ടെങ്കിൽ അതോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഒരു വയറും, ഈ ഗ്രീൻ വയറും പിന്നെ ബ്ലാക്ക് വയറും ഷോർട്ട് ചെയ്യാണ്. ഞാൻ ഒരു വയർ എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു ജമ്പർ കേബിളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വയറും യൂസ് ചെയ്യാം. ഗ്രീനും ബ്ലാക്കും തമ്മിൽ ഷോർട്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെയാണ് നമ്മളെ ഗ്രീൻ വയർ എടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ശ്രദ്ധിച്ച് ചെയ്യണം. വേറെ ഗ്രീൻ അല്ലാത്ത വേറെ വയറും ബ്ലാക്കും തമ്മിൽ ഷോർട്ടാകാൻ പാടില്ല. ഇത് 4ാമത്തെ പിന്നാണ് എടുക്കേണ്ടത്. ഇനി കുറേ ബ്ലാക്ക് വയർ നിങ്ങൾക്ക് കാണാം. അതിൽ ഏതെങ്കിലും ഒരു ബ്ലാക്ക് വയർ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ച് വെച്ചാൽ, സാധാരണ ഇതൊരു സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ മദർ ബോർഡിൽ നമ്മൾ പവർ CPU ഓണാക്കാൻ നിൽക്കും. ഓണായാൽ മാത്രമേ ഫുൾ പവറിൽ PSU വർക്ക് ചെയ്യുള്ളൂ. അതുവരെ ചെറിയൊരു പവർ മദർ ബോർഡിലേക്ക് കൊടുക്കുന്നുണ്ടാവും. ആ പവർ എന്തിനാ വെച്ചാൽ നമ്മൾ CPU ഓണാക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു പവറാണ്.
അപ്പോൾ നമ്മൾ സി പി യു ബട്ടൺ നെക്കി കഴിഞ്ഞ ഉടനെ ഈ മദർ ബോർഡിൽ ഇവിടെയാണ് സ്വിച്ചിൻ്റെ കണക്ഷൻ നിൽക്കുന്നുണ്ട് മദർ ബോർഡിൻ്റെ. അപ്പോൾ അങ്ങനെ സ്വിച്ച് ഷോർട്ടായി കണ്ട് മദർ ബോർഡിന് മനസ്സിലാവും, സി പി യു നമ്മൾ ഓണാക്കിയെന്ന് മനസ്സിലാവും. പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ മദർ ബോർഡ് എന്ത് ചെയ്യും, ഈ പിൻ SMBSനോട് പറയും സി പി യു ഓണാക്കിയിരിക്കണമെന്ന്. അപ്പോഴാണ് ശരിക്കും ഹാർഡ് ഡിസ്ക്കും ഹാർഡ് ഡിസ്കൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് SMBS ഫുൾ പവറിൽ വർക്ക് ചെയ്യാതെ ചെറിയൊരു പവറിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം, SMBS ഓൺ ആവില്ല നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഫാൻ കറങ്ങുന്നുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണാം SMBS ഓണായി. ഒരു കുഴപ്പമില്ലാതെ SMBS പവർ ഓണായി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം SMBSന് എല്ലാ കുഴപ്പമൊന്നുമില്ല എന്ന്, വർക്കിംഗ് ആണെന്ന. പിന്നെ നിങ്ങൾക്ക് വേറൊരു പ്രശ്നം വരാം, ഇപ്പോൾ നിങ്ങൾ ഗെയിമൊക്കെ കളിക്കേണ്ട നേരത്ത് മാത്രം SMBS പെട്ടെന്ന് സിസ്റ്റം ഷട്ട് ഡൗൺ ആവും, പവർ കട്ടായ മാതിരി ഷട്ട് ഡൗൺ ആയിട്ട് പിന്നെയും റീസ്റ്റാർട്ട് ആവുന്നതാണ്. അത് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ SMBS ഓവർലോഡായിട്ട് അല്ലെങ്കിൽ ഓവർ ഹീറ്റായിട്ട് ഷട്ട് ഡൗൺ ആവാണ്. കാരണം നിങ്ങൾ ഓവർ വാട്ട്സ് SMBS എടുത്തിട്ട് അതിന് ഓവർ ഹീറ്റായിട്ട് ഷട്ട് ഡൗൺ ആവുന്നതാണ്. അപ്പോൾ അതിനൊരു ഫിക്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ആക്സസറീസൊക്കെ ആവശ്യം, ഇപ്പോൾ 2 CD ഡ്രൈവ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക. പിന്നെ ഓവർ ഫാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് കണ്ട് ട്രൈ ചെയ്ത് നോക്കാം. അല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ SMBS വാട്ട്സ് അപ്ഡേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങളൊരു 400 വാട്ട്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, 800 വാട്ട്സ് അല്ലെങ്കിൽ 500 550 വാട്ട്സിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ ഈ സി പി യുവിൻ്റെ കറക്റ്റ് വാട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് എത്ര വാട്ട്സിൻ്റെ SMBS PSC വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സൈറ്റിൽ കയറിക്കൊണ്ട് ഗൂഗിളിൽ കയറി നിങ്ങളെ പ്രൊസസ്സർ ഏതാ അല്ലെങ്കിൽ ഏത് ഗ്രാഫിക്സാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ അതൊന്ന് അടിച്ചിട്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ലഭിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ SMBS PSC അങ്ങനെ കംപ്ലൈൻ്റ് ആണോ എന്ന് നോക്കൽ എങ്ങനെയാണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇപ്പോൾ നിങ്ങളെ മദർ ബോർഡിൻ്റെ പ്രശ്നമല്ല, ഇപ്പോൾ SMBS ആണ് വർക്ക് ചെയ്യാത്തത്, അതിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണമെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ അടുത്തുള്ള കമ്പ്യൂട്ടർ സ്റ്റോറിലൊക്കെ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യുക. പിന്നെ എങ്ങനെ അത് റീപ്ലേസ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊരു SMBSൻ്റെ കേസാണ്. ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു ഇങ്ങനെ സ്ക്രൂ കവർമ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും 4 സ്ക്രൂസ്. അതൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയും. ഇതുണ്ടോ, ഈ 2 ലാച്ച് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇങ്ങനെ സ്ലൈഡ് ചരിച്ചിട്ടൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഊരി കാണിക്കണില്ല, കഴിഞ്ഞപ്പോൾ ഊരണി. അപ്പോൾ സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു കൈക്ക് ഞാനിപ്പോൾ ലൈറ്റൊക്കെ പിടിച്ചിക്കാണ്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഡിഫിക്കൽട്ടാണ് ഊരാനൊക്കെ. അത് സിമ്പിളുള്ള കാര്യമാണ്. പിന്നെ ഫസ്റ്റ് തന്നെ ഊരിൻ്റെ മുന്നേ നമ്മളിവിടെ ക്ലിപ്പൊക്കെ ഡിസ്കണക്ട് ചെയ്തിടാം. ഇങ്ങനെ പോകേണ്ട ക്ലിപ്പുകളൊക്കെ എല്ലാ ക്ലിപ്പും ഡിസ്കണക്ട് ചെയ്തതിൻ്റെ ശേഷം ഊരാം. പിന്നെ പുതിയ SMBS വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യം സ്ക്രൂ ചെയ്യണം. സ്ക്രൂ ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മദർ ബോർഡിൻ്റെ കേബിൾ കണക്ട് ചെയ്തിടുക. അപ്പോൾ നമുക്ക് ഇത് ഊരുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു ലാച്ച് വരും, ഒരു ലാച്ച് ഇങ്ങനെ ഇത് അമർത്തി പിടിച്ചിട്ട് ഊരാവും. മെല്ലെ ഊരണം, മെല്ലെ കണക്ട് ചെയ്യും വേണം. ഓവർ പ്രഷർ കൊടുത്തൊന്നും ഊരാൻ നിൽക്കരുത്. അപ്പോൾ ഞാൻ മെല്ലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പ്രഷർ കൊടുത്ത് മെല്ലെ ഇങ്ങനെ ഒരു ഫുള്ളായിട്ട് ഇരിക്കും. ഓക്കെ, അപ്പോൾ അടിയത്തെ ആ ക്ലിപ്പൊന്ന് കണക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് CPU ൻ്റെ പവറാണത്, CPU വേണ്ട പവറാണ്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇത് കാണാം, നിങ്ങൾക്ക് ഈ ഫാനിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ഇത് കാണാം. അപ്പോൾ അവിടെ ജസ്റ്റ്
ഇങ്ങനെ കണക്ട് ചെയ്തിടാം. ഇതിനൊരു ഇങ്ങനെ ഒരു ലാച്ചിങ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കണക്ട് ചെയ്തിടാം. ഓക്കെ. അപ്പോൾ കൂടിയും മദർ ബോർഡും CPU കണക്ട് ചെയ്തിട്ടു. നമുക്ക് വേണ്ടിയത് നമുക്ക് ഏതൊക്കെ ഹാർഡ്വെയറും വന്നാൽ നിങ്ങൾ കണക്ഷൻ ഊരിക്കുന്നുണ്ട് അതൊക്കെ കണക്ട് ചെയ്തിടണം. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്തിടുകയാണ്. ഇത് DVD ഡ്രൈവാണ്. അതിക്ക് പവർ കൊടുക്കണം. പവർ കണക്ഷൻ കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് 2 ടൈപ്പ് കണക്ഷൻ വരുന്നുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ മൊളാക്സ് പിന്ന് എന്ന് പറയും, അത് 4 പിന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ സാറ്റ കേബിൾ പറയും, ഇത് പുതിയ കേബിളാണ്. ഇതിനൊക്കെ ഈ മേലത്തെ ഡ്രൈവിന് മൊളാക്സ് കേബിൾ വരുന്നുണ്ട്. അത് വലിയൊരു പിന്നായിട്ട് കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിനിപ്പോൾ സാറ്റ കേബിൾ വരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തു. അപ്പോൾ ഈ പിന്നെ സാറ്റ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഇറങ്ങത്തില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നതുകൊണ്ട് ആ കട്ടിങ് ഇത് മാച്ചായി തന്നെ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. സൈഡ് ആണ്ട് കൊണ്ട് മാറിയാൽ കണക്റ്റ് ആവില്ല, അത് ആണ്ട് ഇറങ്ങത്തില്ല. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് ഹാർഡ് ഡിസ്ക്കാണ് കണക്റ്റാക്കി. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ PSU മാറ്റാൻ ഇത്ര വർക്ക് ചെയ്യേണ്ടുള്ളൂ. ഞാൻ ഫിറ്റാണോ നോക്കുകയാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ കണ്ട വയറിങ്ങനെ ബാക്കിയുള്ള വയറ് കെട്ടിയിട്ടിക്കണ്. അത് ഈ SMPS വരുമ്പോൾ തന്നെ ഒരു കേബിൾ ഉണ്ടാവും ചുറ്റിയിട്ട്. അത് നിങ്ങൾ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ടാഗ് ഇട്ട് കണ്ട് ഒന്ന് കെട്ടി വെക്കണം. അല്ലെങ്കിൽ ഈ ഫാനുമൊക്കെ ഒന്ന് ആക്സസ് ചെയ്യാൻ പാടില്ല. വയറ് ഈ ഫാനുമൊക്കെ ആക്സസ് ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ചെയ്തതിൻ്റെ ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് പവർ കൊടുക്കുകയാണ്. പവർ കേബിൾ കൊടുത്തു. കണ്ട ഓണായി. ഓക്കെ. CPU ഓണായിക്കാണ്. CPUൻ്റെ ഫാനും ഓണാവുന്നുണ്ട്. SMPS ഓണാണ്. ഓക്കെ. അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാനത് പറയാൻ പോയൊരു കാര്യമാണ്. ഈ SMPSന് യൂസ് ചെയ്യേണ്ട ഇങ്ങനത്തെ ഒരു കണക്ഷൻ വയറുണ്ട്. ഇത് സർക്കിളിൻ്റെ SMPS ആണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള SMPS തന്നെയാണ്. നല്ല ഓൺലൈനിൽ നിന്ന് റിവ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ളൊരു 400 വാട്ട്സ് ആണിത്. 400 വാട്ട്സിൻ്റെ ഒരു SMPS ആണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പവർ കോഡും ലഭിച്ചിരിക്കണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ എൻ്റെ ഒരു ആദ്യത്തെ ഒരു പവർ കോഡിൻ്റെ കോലം നിങ്ങൾക്ക് കാണാം. ഇതിവിടെ കട്ടായി വയ്ക്കണേ. അപ്പോൾ നിങ്ങളെ പവർ കോഡിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടും നിങ്ങളെ CPU തീരെ ഓണാവാതൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ മോണിറ്ററിൻ്റെ പവർ കോഡ് ഇങ്ങനത്തെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കുത്തി വെക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പ് ഒന്ന് കണ്ട് ശരിക്ക് പവർ വരാത്തതുകൊണ്ട് SMPS ഓണാവാതൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഈ കോഡൊന്ന് ജസ്റ്റൊക്കെ ഒന്ന് മാറ്റി കണക്ട് ചെയ്ത് നോക്കുക. SMPS റീപ്ലേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആദ്യം ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം SMPS കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ശരി, ബൈ.